തക്കാളി ഇതുപോലെ കുലകളായിട്ട് വിളഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടതായ വളങ്ങൾ ചെയ്യണം. ഇപ്പോൾ തക്കാളിക്ക് ഇഷ്ടപ്പെട്ട വളം ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞു പിടിച്ച് നമ്മളത് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ തക്കാളിക്ക് 2 ആഴ്ച മുമ്പ് ഒരു വളം കൊടുത്തു. ആ വളമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്നാൽ ഈ തക്കാളിക്ക് ഞാൻ വളം കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതിൽ കാണാനുണ്ട്. ഇതിലിഷ്ടം പോലെ തക്കാളി ഉണ്ടായി കിടക്കുന്നു, അതിൽ ഉണ്ടായിട്ടുമില്ല തക്കാളി. അപ്പോൾ ഈ കുറഞ്ഞ ചിലവിൽ പച്ചക്കറി കൃഷി ചെയ്ത് ഉയർന്ന വിളവ് അല്ലെങ്കിൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി അതിൻ്റേതായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി മറ്റ് ജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് മുന്നേറണം. പച്ചക്കറി കൃഷിയിലൂടെ നമുക്ക് മാത്രമല്ല കേരളവും മുന്നേറണം. അപ്പോൾ ഞാൻ ആ വളം നിസ്സാര വളമാണ്. ഇപ്പോൾ ചില ചെടികൾക്കൊക്കെ നമ്മൾ ഒരു പൈസ മുടക്കില്ലാത്ത വളങ്ങളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. കഞ്ഞിവെള്ളം, ഒരു പൊടിക്ക് ചാരം, കരിയില കമ്പോസ്റ്റ്, പിന്നെ നമ്മുടെ പച്ചില കമ്പോസ്റ്റ്, ഉള്ളിത്തോല് കഷായം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു പൈസ ചിലവില്ലാണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ചില ചെടികൾക്ക് അല്പം പൈസ മുടക്കേണ്ടി വരും. ഇപ്പോൾ ചാണകപ്പൊടി ചിലർക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. എനിക്ക് കാശ് കൊടുക്കാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് അതുപോലെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക് എങ്ങനെയായാലും കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. അപ്പോൾ അതിന് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഉള്ള മിക്സാണ് ഇന്ന് ഞാൻ പറയുന്നത്. പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക നേർപ്പിച്ച്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അധികമൊന്നുമില്ല, ഒരു 100-150 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1/2 കിലോ ചാണകപ്പൊടി എല്ലാ മാസവും കൊടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. അത് 1/4 കിലോ ആയി ഒരു മാസത്തിൽ 2 തവണയായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു മാസം കൊടുക്കുന്ന 1/2 കിലോ ഒരു മാസം തന്നെ 15 ദിവസം കൂടുമ്പോൾ 2 തവണയായിട്ട് 1/4 കിലോ വീതം കൊടുക്കുക. വളം ഒരുപാട് കൂടുതലിട്ട് കഴിഞ്ഞാൽ ചെടി വളരില്ല, വളർച്ച ഉണ്ടാവും, കായ ഉണ്ടാവില്ല. നന്നായിട്ട് അങ്ങോട്ട് വളരും, കായ ഉണ്ടാവില്ല. അപ്പോൾ വളം കൂടുതലല്ല കൊടുക്കേണ്ടത്. കൊടുക്കുന്ന വളം അതിന് വലിക്കാൻ 2 ആഴ്ച സമയം ഇടവിട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കാണ്. ഈ വേപ്പിൻ പിണ്ണാക്ക് വളം മാത്രമല്ല, നല്ല വളമാണ്, പക്ഷേ വളം മാത്രമല്ല, ഇതൊരു കീടനാശിനി കൂടിയാണ്. ഇതിന് ഭയങ്കര സ്മെല്ലാണ്. ഈ സ്മെല്ലുണ്ടെങ്കിൽ ഇപ്പോൾ പച്ചമുളകിനും തക്കാളിക്കുമൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് വെള്ളീച്ച. നമ്മൾ ആ ചെടിയുമേ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ വെള്ളീച്ച പറക്കും. ഈ അരിപ്പൊടി വിതറിയ മാതിരി ഒരു തരം സാധനം, അതാണ് വെള്ളീച്ച. അത് പറന്ന് 4 വശം പറന്നു പോകുന്നത് കാണാം. ആ സംഭവം ഇല്ലാതാക്കും ഇതിട്ട് കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ സ്മെല്ല് ചെടിയുടെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് ഇതിൻ്റെ സ്മെല്ല് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കീടനാശിനിയായിട്ടും ഇത് പ്രവർത്തിക്കുന്നു, വളമായിട്ടും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ കാരണം കൊണ്ട് ആണ് നമ്മൾ. പിന്നെ ഒരു ഗുണമുണ്ട് ഈ വേപ്പിൻ പിണ്ണാക്കിന്. ഇപ്പോൾ നമ്മൾ ഇഞ്ചിക്ക് എല്ലാത്തിനും ഉപയോഗിക്കും കേട്ടോ. ഇഞ്ചിക്കൊക്കെ ചൂട് ചെയ്യുക എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് മിക്കവാറും ഇഞ്ചിക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ മൂട് ചീഞ്ഞ് കഴിയുമ്പോൾ ഇല പഴുത്ത് വരും. പിന്നെ ഇത് ഉണ്ടാവില്ല, പോവത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ്. ഈ ഒരു തരം ഫംഗസ് അതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ഒഴിവാക്കാൻ ഈ സാധനം മതി. ബാക്ടീരിയ അകറ്റാനും നമ്മുടെ ഈ വേപ്പിൻ പിണ്ണാക്കിന് കഴിവുണ്ട്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അധികം വിലയില്ല. അപ്പോൾ ഞാൻ ഇതിനല്ല ഇത് കൊടുക്കുന്നത്, ഈ വിളവ് കുറഞ്ഞ തക്കാളിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണ്ണ് ഒന്ന് പതുക്കി ഒന്ന് കുത്തിയിട്ട് വേര് പൊട്ടാത്ത രീതിയിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇത് മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ, ചെറിയൊരു ലെയർ മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. മണ്ണ് ഇട്ട് കൊടുക്കണം. പിന്നെ വളം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നനയ്ക്കണം, നല്ല രീതിയിൽ നനയ്ക്കണം. ജൈവവളമാണെങ്കിൽ 1 ദിവസം കുളിർക്ക നനയ്ക്കണം. രാസവളമാണെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് നനയ്ക്കണം, അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോകും. ഇത് വേണ്ട രീതിയിൽ ചെടി വലിക്കുകയില്ല വളം.
അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃഷി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.